Morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, നമ്മൾ എടുത്തത് എത്ര വരെയായിരുന്നു? അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി പ്രഷർ അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ SOP വരെ നമ്മൾ പറഞ്ഞല്ലേ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെ പറയുന്ന ഷോർട്ട് ഫോം ആണ് കേട്ടോ SOP. ഇത്ര വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇത്ര വരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെ പറയുന്ന ഷോർട്ട് ഫോം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. SOP പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സിൽ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ED സ്റ്റാഫ് അല്ലെ? പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ED ഇതാണ്. ഓരോ സ്റ്റാഫും ക്യാഷ് വാലറ്റില് ഡിഫറെന്റ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ. ഓക്കെ, കേട്ടോ, സ്ക്രീൻ ഒന്ന് വലുതാക്കട്ടെ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല്. നമുക്കറിയാം എന്താണ്, നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറി അവിടെ പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്കില്ലായാലും അതുപോലെ തന്നെ നോളജ് ആയാലും ഇംപ്രൂവ് ആവുമല്ലേ? അല്ലെ? ഇംപ്രൂവ് ആവോ? ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാലാണ് അല്ലെ നമ്മൾ പഠിച്ച് തിയറീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടിയും ഇംപ്രൂവ് വരുന്നത് എപ്പോഴാണ്? ജോലിക്ക് കയറുമ്പോഴാണ് അല്ലെ? ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ നോളജ് ആയാലും സ്കില്ലായാലും ഇംപ്രൂവ് ആകുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ആ സ്റ്റാഫുകളുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ആകുന്നുണ്ടോ, അവർ ചെയ്യുന്ന വർക്കില് പ്രൊഫഷണൽ ആയിട്ട് അവരുടെ നോളജ് ആയാലും സ്കില്ലായാലും ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ട് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇപ്പോ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദ ED സ്റ്റാഫ്. ഓരോ അവിടെയുള്ള ക്യാഷ് വാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ സ്റ്റാഫുകൾക്കും എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റി അല്ലെ? ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്വം കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല്. നല്ല രീതിയിൽ അവരുടെ പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ അവരുടെ സ്കില്ലുകളായാലും നോളജുകളായാലും ഇംപ്രൂവ് ആകുന്നുണ്ടോ, ആ സ്റ്റാഫുകളുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി എന്താണ്? ട്രയൽസ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ഈച്ച് പേഷ്യന്റ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ എ ഫിസിഷ്യൻ ഓർ ട്രെയിൻഡ് RN. പ്രിന്റഡ് നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് RN ആക്കണം കേട്ടോ. അവിടെ 6 മാത്രം പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. മിസ്റ്റേക്ക് ഉണ്ട്, RN ആക്കാം. RN with EMT.
നമ്മൾ പറഞ്ഞു എന്താണ് ട്രയേജ് അല്ലെ, എന്താണ് ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവരുന്ന ആളെ ആദ്യം എന്ത് ചികിത്സ പ്രയോറിറ്റി കൊടുത്ത് ചികിത്സിക്കുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്രീനിങ് അല്ലെ, സ്ക്രീനിങ് പരിശോധന, സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് പരിശോധന. ഓക്കെ, അപ്പോ ട്രയേജും അതുപോലെ തന്നെ സ്ക്രീൻ ചെയ്യാനായിട്ട് അവിടെ ആരായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും? RN with EMT ആണ്. ട്രെയിൻഡ് ആയിട്ടുള്ള RN-ഉം EMT-യും ഉണ്ടാവും. അവരായിരിക്കും ട്രയേജും സ്ക്രീനിങ്ങും ചെയ്യുന്നത്. ഓക്കെ, പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ട്രയേജും സ്ക്രീനിങ്ങും ഒന്നല്ലെങ്കിൽ ചെയ്യുന്നത് ഫിസിഷ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ RN with EMT ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? 3 പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? A legible and appropriate medical record must be established for each individual. നമുക്കറിയാം എന്താണ്, ഓരോ പേഷ്യൻസിനും മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാകും അല്ലെ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, അവരുടെ ഒബ്സർവേഷനുകൾ, അങ്ങനെ പല കാര്യങ്ങളും മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡിലാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ആ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യണം? എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എലിജിബിൾ? എന്താണ്? വായിക്കത്തക്ക രീതിയിൽ, മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓരോ ഇൻഡിവിജ്വലിന്റെയും അവിടെ വരുന്ന ഓരോ പേഷ്യന്റിന്റെയും മെഡിക്കൽ റെക്കോർഡ് മറ്റൊരാൾക്ക് എല്ലാവർക്കും എന്തുപറ്റി? കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, ഓക്കെ. ആർക്കാണ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്? ചിലപ്പോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ജോസ്മി, നെറ്റ് കിട്ടുന്നിടത്ത് പോയി ഇരുന്ന് നോക്കൂ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ എന്താണ് പറഞ്ഞത്? ഓരോ പേഷ്യന്റിനും അവിടെ വരുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പേഷ്യൻസിന് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കണം. ആ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് വായിക്കാൻ പറ്റുന്ന രീതിയില്, വായിക്കത്തക്ക രീതിയിലായിരിക്കണം എഴുതി തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയോ? അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ, മറ്റൊരാൾക്ക് വായിക്കത്തക്ക രീതിയിലാണോ അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് ആര് ശ്രദ്ധിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പഠിച്ചല്ലേ? ദ മിനിമം സെറ്റ് ഓഫ് SOPs എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. SOP, എക്സ്പാൻഡ് SOP അല്ലെങ്കിൽ SOP സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എഴുതി വെക്കേണ്ടതാണ്, അവിടെ മാർക്കൊന്നും പോകാൻ പാടില്ല. SOPs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ED ഡിപ്പാർട്ട്മെന്റില് പിന്തുടരുന്ന നടപടിക്രമങ്ങളല്ലേ. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ എന്താണ്? ഏതാ പറയേണ്ടത്? ട്രയേജിന്റെ പോയിന്റ് ആണോ? ട്രയേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഓരോ പേഷ്യൻസിനെയും എമർജൻസി ആയിട്ട് കൊണ്ടുവരുമ്പോ മുൻപുള്ളതാണോ പറയേണ്ടത്? സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല്. അവിടെയുള്ള സ്റ്റാഫുകളുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞത് SOPs അല്ലെ.
ED ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് പിന്തുടരുന്ന നടപടിക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോ SOPs പറയുന്നത്. ഇനി SOPs കൊടുത്തിരിക്കുന്ന കാര്യം നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മൾ ED ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു അല്ലെ, അവിടെ അവര് പേഷ്യന്റിനെ സ്വീകരിക്കുന്നു. റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. ഫസ്റ്റ് പോയിന്റ് റിസീവ് ചെയ്യുന്നു, പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലോട്ട് സ്വീകരിക്കുന്നു. ഇനി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എന്താ ചെയ്യാം? പേഷ്യന്റിന്റെ പേര് വിവരങ്ങള് രജിസ്ട്രേഷൻ നടത്തും അല്ലെ, രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ട്രയേജ് ഓഫ് ദി പേഷ്യന്റ്. പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യുന്നത്? ട്രയേജ് എന്താണ്? ട്രയേജ് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. ട്രയേജ് എന്താ? ഗുരുതരാവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സോർട്ട് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, പ്രയോറിറ്റി അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ എന്താണ്? ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിൽ തന്നെ അതിന്റെ മറ്റു പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആദ്യം കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരും. കൊണ്ടുവന്ന് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടേക്കാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട് ആരോഗ്യക്ക്? ഇനി ഐഡിയ? കാർഡിയാക് അറസ്റ്റുമായിട്ട്, ഹൃദയാഘാതവുമായിട്ട് വന്ന പേഷ്യന്റിനെ ആദ്യം കാഷ്വാലിറ്റി, വെരി ഗുഡ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ആദ്യം കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നു, അതിനുശേഷം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതാണ് ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോ സംശയം തോന്നരുത്. ഇനി നെക്സ്റ്റ് ആണ് റഫറൽ ഓഫ് പേഷ്യന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് റഫറല്? ഓക്കെ വേഗം ഒന്ന് എഴുതിയിരുത്തേ. റഫർ ഇന്നും ഉണ്ട്, റഫർ ഔട്ടും ഉണ്ട് അല്ലേ. ഓക്കെ. നമ്മുടെ ഹോസ്പിറ്റലില് സൗകര്യം കുറവായതിനാല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് റഫറൽ. എന്താണ് റഫ് ഔട്ട് എന്ന് പറഞ്ഞാല്? റഫ് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെന്താണ്? ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. ഇതറിയാൻ പറ്റുമല്ലോ. ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടല്ലേ വീട്ടിലേക്ക്. ഇപ്പൊ ഹോസ്പിറ്റലില് കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നു, അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോ റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെയും അവിടെ കുറച്ചു ദിവസം കിടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ബെറ്റർ ആകുമ്പോ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു വരുന്നു. ഇതറിയാം. പിന്നെന്താണ്? ബ്രോട്ട് ഇൻ ഡെഡ് കേസ്. എഴുതി കഴിഞ്ഞോ ശ്രീലക്ഷ്മി? ഞാൻ പറയുന്നതിന്റെ കൂടെ ഒന്ന് എഴുതി വെക്കാട്ടോ. പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാനിരിക്കരുത്, അപ്പൊ നമുക്ക് ടൈം പോവും, കൂടുതൽ എടുക്കാൻ പറ്റില്ല, പോർഷൻസ് അവിടെ കിടക്കും. അതുകൊണ്ടാണ്. ഓക്കെ, മിസ് മാറ്റിക്കോട്ടെ സ്ക്രീൻ. ചാപ്റ്റർ 7. ഓക്കെ, ബ്രോട്ട് ഇൻ ഡെഡ് കേസ്. ഇനി ഡെഡ് കേസുകൾ അല്ലെ, മരണക്കേസുകൾ അല്ലെങ്കിൽ എന്താണ്, ആരെങ്കിലും മറ്റു കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്
അതിന് നമ്മൾക്ക് മരിച്ചു കാഷ്വാലിറ്റിയിൽ ഒരു രോഗി വന്ന് പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ അയാളുടെ റിലേറ്റീവ്സിനോ ഫാമിലിക്കോ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ ഇല്ല. കാരണം എന്താണ്? കാരണം എന്താ? കാരണം എന്താ? വെരി ഗുഡ്. പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ, അതിനെ കുറിച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പൊ ആക്സിഡന്റ് കേസ് ഒക്കെ ആയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പോലീസ് വരണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതിനുശേഷം മാത്രമേ ഡെഡ് ബോഡി രോഗിയുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ബ്രോട്ട് ഇൻ ഡെഡ് കേസ്. ഓക്കെ, പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമാണ് ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് കോഡ് ബ്ലൂ? എന്താണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല്? വെരി ഗുഡ്. കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല്. ഓക്കെ, അറിയാത്തവർ എഴുതി വെക്കാം. കോഡ് ബ്ലൂ ഇമ്പോർട്ടന്റ് ആണ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാർഡിയാക് അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല്. ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അവർക്ക് പറ്റിയതായിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യന്റിന് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, പല എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, ടെക്നീഷ്യൻസുകൾ ഉണ്ടാവും അല്ലെ, ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് സജ്ജമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അലേർട്ട്, അതിനെയാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. കിട്ടിയോ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില് നഴ്സ്, ഡോക്ടേഴ്സ്, എക്യുപ്മെന്റ്സ്, ടെക്നീഷ്യൻസ് എത്രയും പെട്ടെന്ന് എന്തായിട്ടിരിക്കണം, സജ്ജീകരിക്കാനായിട്ട്, അങ്ങനെയുള്ള രീതിയിൽ എന്താണ് സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള അലേർട്ട്. കിട്ടിയോ? അതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടേഴ്സ്, നഴ്സ്, ടെക്നീഷ്യൻസ്, എക്യുപ്മെന്റ്സ് ഇവരൊക്കെ എത്രയും പെട്ടെന്ന് സജ്ജമായിരിക്കാൻ വേണ്ടിയിട്ടുള്ള അലേർട്ട്. ഇനി എന്താണ് മെഡിക്കോ ലീഗൽ കേസസ്? എന്തായിരിക്കാം മെഡിക്കോ ലീഗൽ കേസസ്? പഠിച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. അസാൾട്ട്, റേപ്പ്, പോയിസണിങ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കേസസുകളെയൊക്കെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അതാണ് മെഡിക്കോ ലീഗൽ കേസസിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഇപ്പോ ആക്സിഡന്റ് കേസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് ഒരു രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഡെത്ത് കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് ഈ ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നത്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് ഒന്നുകൂടി പറയാം. ഒരു രോഗി അല്ലെങ്കിൽ എന്താണ് കാഷ്വാലിറ്റിയിലോട്ട് സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവും. ട്രീറ്റ്മെന്റുകൾക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ, പ്രോട്ടോകോൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ കേസ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ടാവില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോൾസിനെയാണ് നമ്മൾ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് SOPs വരുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് റിസീവിംഗ് എ പേഷ്യന്റ്, registration of the patient, triage of the patient, shifting within hospital. അതുപോലെ തന്നെ referral of the patient, discharge of the patient, brought in death cases, അതുപോലെ കോഡ് ബ്ലൂ, മെഡിക്കോ ലീഗൽ കേസസ്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്.
എഴുതി കഴിഞ്ഞാല് കമന്റ് ഇടണം കേട്ടോ. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് സൂചകം. ഓക്കെ, സൂചകങ്ങള്. ഓക്കെ, സൂചകങ്ങൾ എന്നാണ് കേട്ടോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോ നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിനെ കുറിച്ച് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് അല്ലെങ്കിൽ കെയറില് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ക്വാളിറ്റിയോടെയാണ് അവർ കൊടുക്കുന്നത്. ഇത് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. അപ്പോ നമ്മുടെ ക്യാഷ് ക്വാളിറ്റിയിലും ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം മിസ്, ഇപ്പൊ ഒരു നമ്മൾ പറഞ്ഞില്ലേ ദുരന്തം, വയനാട് ദുരന്തമൊക്കെ വന്നപ്പോ കുറെ ആളുകൾ മരിച്ചു, കുറെ ആളുകൾക്ക് പരിക്ക് പറ്റി അല്ലെ. കുറെ അധികം ആൾക്കാർക്ക് കുറെ മരിച്ചു, അതുപോലെ തന്നെ പരിക്കുകളും പറ്റി. അപ്പോ നമ്മള് ക്യാഷ് ക്വാളിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത് എന്താണ്? ഈ കുറെ അധികം ആളുകളെ ആയിരിക്കും അല്ലെ, ഒരുപാട് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരും ഗുരുതരാവസ്ഥയിൽ. അപ്പോ അവരൊക്കെ ബുക്ക് ചെയ്തിട്ടാണോ അങ്ങോട്ടേക്ക് വരുന്നത്? ആണോ? ഇല്ല. കാരണം എന്താണ്? ദുരന്തം നമുക്കറിയാം. ദുരന്തം ഉണ്ടാകുമ്പോ എന്താണ്, ഏതൊക്കെ ആളുകൾക്ക് എന്തൊക്കെ സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല. പല ആളുകള് മരണപ്പെട്ടേക്കാം, പല ആളുകള് ഗുരുതരാവസ്ഥയിലായേക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആളുകൾ വാരിയെടുത്തുകൊണ്ടായിരിക്കും അല്ലെ. കുറെ ആളുകളെയൊക്കെ എന്താണ് കൈകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കാറുകള്, അതുപോലെ ആംബുലൻസിലും പല വാഹനങ്ങളിലും എടുത്തുകൊണ്ടുവന്ന് ക്യാഷ് ക്വാളിറ്റിയില് കയറ്റാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പല ആളുകളെയും ബുക്ക് ചെയ്യാതെയാണ് ആക്സിഡന്റ് അല്ലെ, അങ്ങനെ പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അവരൊക്കെ വരുന്നത് ബുക്ക് ചെയ്യാതെയാണ്. ബുക്ക് ചെയ്യാതെ വരുമ്പോ കുറെ അധികം ആളുകൾ ക്യാഷ് ക്വാളിറ്റിയിൽ ഉണ്ടാവുമല്ലോ ഇല്ലേ അല്ലെ. ദുരന്ത സമയത്തൊക്കെ ആണെങ്കിൽ കുറെ അധികം ആളുകള് ക്യാഷ് ക്വാളിറ്റിയില് എന്താണ് ട്രീറ്റ്മെന്റിനായിട്ട് വരാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് നല്ല രീതിയിൽ അവര് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ബുക്ക് ചെയ്യാതെ ആളുകൾ വരുമ്പോ കുറെ അധികം ആളുകള് ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഗുണനിലവാരത്തോട് കൂടിയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അപ്പൊ എന്താണ്? അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് സർവീസ്, ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നല്ല സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലേ? ക്യാഷ് ക്വാളിറ്റി പറ്റോ? ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമ്മള് ക്യാഷ് ക്വാളിറ്റിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സൂചകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താണ്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എത്ര ടൈം ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് രോഗികള്? എത്ര ടൈം ട്രീറ്റ്മെന്റിനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതാണ് രണ്ടാമത്തെ സൂചകം എന്ന് പറയുന്നത്. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്യാഷ് ക്വാളിറ്റിയില് രോഗികളെ കൊണ്ടുവരുമ്പോ അവർക്ക് ട്രീറ്റ്മെന്റിനായിട്ട് അവർ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? തേർഡ് പോയിന്റ് പറയട്ടെ? ഓക്കെ ആണോ രണ്ട് പോയിന്റും? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താണ്? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ലെഫ്റ്റ്
without being seen. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും വരാറുണ്ട് ചില സമയങ്ങളിൽ. എന്താണ്, ഇപ്പൊ നമ്മൾ പോകുമ്പോ നമ്മൾ കാണുന്ന ഡോക്ടർ ഉണ്ടാവില്ല ചില സമയത്ത് അല്ലെ. അവിടെ പോയി എത്തി നമ്മുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടിയായിരിക്കും. അതിന് പറയുന്നത് ഡോക്ടർ ഇല്ല കേട്ടോ പറയാറില്ലേ ചില സമയത്തൊക്കെ ഇല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്തും കാഷ്വാലിറ്റിയില് വേണ്ട നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. രോഗികള് തിരിച്ചു പോവാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, അതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ഡോക്ടറെ കാണാതെ ലെഫ്റ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക വിലയിരുത്തൽ. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തൽ. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ഇപ്പൊ കാഷ്വാലിറ്റിയില് രോഗിയെ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് എന്ത് നോക്കാറുണ്ട്? എന്തൊക്കെയാ നോക്കാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വെരി ഗുഡ്. ബി പി അല്ലെ, ബി പി, ഷുഗർ അല്ലെ, പൾസ്, ഇതൊക്കെ നോക്കാറില്ലേ? ഓക്കെ, അതാണ് ഇനീഷ്യൽ അസസ്മെന്റിൽ പറയുന്നത് കേട്ടോ. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ബി പി, പൾസ്, പ്രഷർ, ഷുഗർ ഇതൊക്കെ ചെക്ക് ചെയ്യാറില്ലേ? അതാണ് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ബി പി, പൾസ്, പ്രഷർ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി എന്താ? ടൈം ടു ട്രീറ്റ്മെന്റ്. ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത്? ടൈം ടു ട്രീറ്റ്മെന്റ്, ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? നെക്സ്റ്റ് ആണ് സർവീസ് എക്സ്പീരിയൻസ് അല്ലെ. അവിടെയുള്ള ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട് നമ്മുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ. ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, left without being seen, time to initial assessment, time to treatment, service experience. എന്താ പറയേണ്ടത്? തേർഡ് വൺ പറയണോ? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറഞ്ഞാല് ചിലപ്പോ രോഗികളെ കൊണ്ട് വരുമ്പോ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാവില്ല. ഡോക്ടറെ കാണാതെ രോഗികള് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. സെക്കൻഡ് പോയിന്റ് എന്താണ്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് രോഗികള് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓക്കെ, ക്ലിയർ ആയോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചെറിയ പോർഷനും കൂടി ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ.
റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. ഇപ്പൊ എമർജൻസി റൂം ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് എമർജൻസി റൂം സെക്രട്ടറി. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾ എന്താണെന്നാണ് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഇന്റർവ്യൂ പേഷ്യന്റ് ടു ഒബ്റ്റെയിൻ biographic, demographic and financial data for registration purposes and enter information so gathered into the hospital computer system. ഇത് ചെയ്യണം, ചെറുതാക്കി പറഞ്ഞു തരാട്ടോ മിസ്. ഈ ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പേഷ്യന്റിന്റെ ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്തായിരിക്കാം? എന്തായിരിക്കാം? അറിയില്ല. എന്തായിരിക്കാം ബയോഗ്രാഫിക് ആൻഡ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ്? പേര്, അഡ്രസ്, സെക്സ് ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് വരുമാനം, അത് ഓക്കെ, വരുമാനം, അതിന്റെ ഡീറ്റെയിൽസുകള്. ഇതൊക്കെ എന്ത് ചെയ്യണം ഈ എമർജൻസി റൂം ക്ലർക്ക്? പേഷ്യന്റിന്റെ പേര്, വിവരങ്ങള്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ, വരുമാനം, ഇതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് എന്റർ ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? ഇത്രയും പഠിച്ചാൽ മതി. പേഷ്യന്റിന്റെ പേര്, വിവരങ്ങള്, ഫിനാൻഷ്യൽ ഡാറ്റ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് എന്റർ ചെയ്ത് വെക്കുക. ഇതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് സെക്കൻഡ് ഡ്യൂട്ടി? എന്താണ്, അല്ലെങ്കിൽ സെക്കൻഡ് റോൾ എന്താണ്? രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ് ഫയൽ, retrieve medical records for the emergency room physician responsible for processing emergency room admissions. അപ്പൊ 3 കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് പേഷ്യന്റിനെ രജിസ്ട്രേഷൻ നടത്താം. ഓക്കെ, പേര്, വിവരങ്ങള് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം പേഷ്യന്റിന്റെ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ, ഫയല്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകള് ഫിസിഷ്യന് കൈമാറാം. ഫസ്റ്റ് പറഞ്ഞത് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം ഫയലും മെഡിക്കൽ റെക്കോർഡ്സും എടുത്ത് ഫിസിഷ്യന് കൈമാറുന്നു. ഇനി എന്താണ്? റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻ. എമർജൻസി റൂമിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് നടത്താം. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ രോഗികൾക്ക് ചെയ്തു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്തു കൊടുക്കുക. പേഷ്യന്റിന് എല്ലാ പേര് വിവരങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഫയല്, മെഡിക്കൽ റെക്കോർഡ്സുകള് എന്താണ് ഈ ഫിസിഷ്യന് കൈമാറണം. എമർജൻസി റൂം ഫിസിഷ്യന് കൈമാറണം. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻസ്. എന്താണ്? എമർജൻസി റൂമില് അഡ്മിറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഓക്കെ, ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താണ്? പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എന്തായിരിക്കാം എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാല്? ഇതാണ് മികച്ച രീതിയിൽ അവിടെ വരുന്ന രോഗികൾക്ക് കസ്റ്റമർ സർവീസ് ചെയ്തു കൊടുക്കുക. മികച്ച രീതിയിൽ, നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസുകൾ
ചെയ്തു കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കാട്ടോ. ഓക്കെ, അങ്ങനെ 3 പോയിന്റും എഴുതി. ഓക്കെ, 3 പോയിന്റും കഴിഞ്ഞോ? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ മിസ്. നാലാമത്തെ പോയിന്റ്, കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റി. എന്താണ് നമ്മൾ പഠിച്ചല്ലേ? ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് അയക്കും, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമാണ് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ്, ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നോ അദ്ദേഹത്തിന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സഹായം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആ പേഷ്യന്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ്, assess patients other needs from healthcare professionals like need of ambulance service or referrals. അതറിയാലോ, എന്താണ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ആംബുലൻസ് സർവീസ്, അതുപോലെ തന്നെ റെഫറൻസ് അല്ലേ. നമ്മള് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഹോസ്പിറ്റലിലൂടെ നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാം രോഗികൾക്ക്. ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഡ്യൂട്ടി ആരുടെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെയാണ്. അത്ര മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഗ്രീവൻസസ് റിഡ്രസ്. എന്തായിരിക്കാം ഗ്രീവൻസസ് റിഡ്രസ് എന്ന് പറഞ്ഞാല്? പരാതി പരിഹാരം. അവിടെ വരുന്ന രോഗികൾക്ക്, കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികൾക്ക് എന്തെങ്കിലും അവിടെ കൊടുക്കുന്ന സർവീസിലോ ട്രീറ്റ്മെന്റിലോ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ആണ് കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്സ്. നമുക്കറിയാം അല്ലെ, കാഷ്വാലിറ്റിയില് ഓരോരുത്തർക്കും വരുന്ന പേഷ്യന്റിന് ഓരോരുത്തർക്കും ഓരോ ബെഡ് ആണെന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ? കാഷ്വാലിറ്റി അല്ലെ, അവിടെ എന്താണ് ബെഡ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും അല്ലെ, ഓരോ പേഷ്യന്റിനും ബെഡുകൾ ഉണ്ടാവും. അപ്പോ കറക്റ്റ് ആയിട്ട് അവിടെ വരുന്ന പേഷ്യന്റിന് ബെഡുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ബെഡ് അറേഞ്ച്മെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെഡിന്റെ കുറവ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും, ബെഡിന്റെ കുറവാണ് അല്ലെങ്കിൽ ബെഡ് അവിടെ കുറവുണ്ട് എന്നുള്ള കാര്യം ഇവരെ അറിയിക്കണം. മനസ്സിലായോ? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും, ബെഡിന്റെ കുറവുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്താണ്? make sure that MLC cases are registered. എന്ത് ചെയ്യണം? MLC കേസ് അല്ലെ, മെഡിക്കോ ലീഗൽ കേസസുകള് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. Okay, make sure that MLC cases are registered. MLC കേസസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം.
ഓക്കെ ആണോ? ഇത്രയും പോയിന്റ്സ്. നെക്സ്റ്റ് പോയിന്റിലോട്ട് പറയട്ടെ? നെക്സ്റ്റ് പോയിന്റിലോട്ട് കിടക്കട്ടെ മിസ്? ഓക്കെ, എനി ഡൗട്ട്? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ആരാണ് ഡാമ പേഷ്യൻസ്? ഡാമ പേഷ്യൻസ് ആരാണെന്ന് അറിയോ? Discharge against medical advice. Expand DAMA. Important ആണ് ട്ടോ. Expand DAMA ചോദിക്കാറുണ്ട്. എന്താണ്? Discharge against medical advice. നോട്ട് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് നിർബന്ധമായും എഴുതി വെക്കണം എക്സ്പാൻഡഡ് ഫോം. ഒന്നുകൂടി പറയാം. Discharge against medical advice. കമന്റിൽ നോക്കാം. ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ, കമന്റ് ഇട്ടിട്ടുണ്ട്. അറിയാത്തവരൊന്ന് നോക്കി എഴുതിയെടുക്കാം. ഇനി എന്താണ്, ആരാണ് ഈ ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്? ഡോക്ടറുടെ സമ്മതമില്ലാതെ അവരുടെ ഫാമിലിയോ റിലേറ്റീവോ നിർബന്ധപൂർവം ഡോക്ടറിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പേഷ്യൻസിനെ. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്തിട്ടില്ല, ഡോക്ടറുടെ സമ്മതമില്ലാതെ പേഷ്യന്റിന്റെ റിലേറ്റീവോ ഫാമിലിയോ നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പേഷ്യന്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട കടമ ആരുടെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ആണ് അല്ലെ. ഇപ്പൊ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും മരിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ റിലേറ്റീവ്സ് ഒക്കെ പോലീസ് കേസൊക്കെ ആക്കാം. അപ്പൊ എന്താണ്, പോലീസ് കേസ് വരുമ്പോ ഹോസ്പിറ്റലിലായിരിക്കും, ഹോസ്പിറ്റലിൽ വിട്ടുകൊടുത്തത് കൊണ്ടല്ലേ എന്നുള്ള പരാതി വരാം അല്ലെ. അതുകൊണ്ട് തന്നെ ഇവരുടെ മേല്, ഹോസ്പിറ്റലുകാരുടെ മേല് കേസാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. അപ്പോ ആ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന്റെ ഡ്യൂട്ടി എമർജൻസി റൂം ക്ലർക്കിന്റെയാണ്. ഓക്കെ, ക്ലിയർ ആയോ ഡാമ പേഷ്യൻസ്? ഓക്കെ, ഡൗട്ട് ഇല്ല? ക്ലിയർ ആണോ? ഡാമ പേഷ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്, ചില ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് മെഡിക്കോ ലീഗൽ കേസ് is made based on the patient's condition or unnatural case of injury. RTA. RTA എന്ന് പറഞ്ഞാൽ road traffic accident. Road traffic accident. Road traffic accident, etc. Records of such cases are entered in the medical legal register with the details of patients and accidents, and the patient case file is stamped as medico legal. The local police station is informed immediately. Casualty in charge or will be informing the police based on the casualty in charge or treating consultant's instructions. RT എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്. നമ്മൾ പഠിച്ചല്ലേ മെഡിക്കോ ലീഗൽ കേസസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ലെ, അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേസസുകൾ, ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെക്കും. സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത് ആരാണ്? സ്റ്റാമ്പ് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. അവിടെയുള്ള ഡോക്ടേഴ്സ്, മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. മെഡിക്കൽ ഓഫീസറിനെ പറയുന്നത് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ മെഡിക്കൽ ഓഫീസർ ആണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. അത് സ്റ്റാമ്പ് ചെയ്തത് ഈ എമർജൻസി റൂം ക്ലർക്ക്. എമർജൻസി റൂം ക്ലർക്ക് ആണ് ആ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആരുടെ അണ്ടറിലായിരിക്കും? ആരുടെ അണ്ടറിലായിരിക്കും? എമർജൻസി, നമ്മൾ പഠിച്ചില്ലേ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറിൽ കേട്ടോ.
കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറില് എമർജൻസി റൂം ക്ലർക്ക് ആയിരിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടിയും ആർക്കുണ്ട്? ഈ ക്ലർക്കിനുണ്ട്. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് MLC കേസസുകള്, അതുപോലെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറില് ഈ ക്ലർക്ക് ആയിരിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡുകൾ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾ ആയിട്ട് വരുന്നത്. പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ചിലപ്പോ ചോദിക്കാം ഐഡന്റിഫൈ ദ റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക്. ആറാമത്തെ പോയിന്റോ? ആറാമത്തെ പോയിന്റ് ഏതാണ്? ഗ്രീവൻസസ് റിഡ്രസൽ ആണോ? എന്താണ്? പരാതി പരിഹാരങ്ങള്. ഇപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് എമർജൻസി റൂം ക്ലർക്കിന്റെയാണ്. ഡാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഡോക്ടർ, ലാസ്റ്റ് പോയിന്റ് പറയാം കേട്ടോ, ഇത് പറയുന്നത്. ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ സമ്മതമില്ലാതെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫാമിലിയോ വന്ന് ഇദ്ദേഹത്തെ നിർബന്ധപൂർവം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെ റെക്കോർഡൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള കടമ ആരുടെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഈ മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ്, പോയിസണിങ്, മർഡർ അല്ലെ, അതുപോലെ തന്നെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത് ആരുടെ അണ്ടറിലായിരിക്കും? സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. അത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറില് എമർജൻസി റൂം ക്ലർക്ക് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് എമർജൻസി റൂം ക്ലർക്ക് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എഴുതിയെടുത്ത് കഴിഞ്ഞാല് മിസ്സിനോട് പറയാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? എഴുതിയെടുത്തോ എല്ലാവരും? ഓക്കെ, ലാസ്റ്റ് വൺ ചെറുതാക്കി നിങ്ങളുടെ ഇതിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങളുടെ വാക്കിൽ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ലാസ്റ്റ് വൺ അത്രയും വാരി വലിച്ച് നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫിനിഷ് ആയോ? ശ്രീലക്ഷ്മി കഴിഞ്ഞോ?
ഇനി നെക്സ്റ്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എളുപ്പമുള്ള ചാപ്റ്റർ ഉണ്ടോ പഠിക്കാൻ? നല്ല എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഔട്ട് പേഷ്യന്റ് എന്താ ഔട്ട് പേഷ്യന്റ്? ഔട്ട് പേഷ്യന്റ് എന്തായിരുന്നു? അഡ്മിറ്റ് ആവാത്ത പേഷ്യന്റിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങള്, വർക്ക് ഫ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. OPD എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. OPD means outpatient department where patient comes to the hospital to consult their health issue with the doctors to start the treatment. എന്താണ് നമ്മൾ പറഞ്ഞതാണല്ലേ, പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലോട്ട് വരുന്നു അല്ലെ, എൻ്റർ ചെയ്യുന്നു, OPT എടുത്ത് പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ആ ഡോക്ടറോട് പറയുന്നുണ്ട് അല്ലെ, എനിക്ക് എന്റെ ബുദ്ധിമുട്ടുകളാണുള്ളത്. ഡോക്ടർ എല്ലാ കാര്യങ്ങളും സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കി, ലക്ഷണങ്ങൾ നമ്മൾ പറയുന്നത് കേട്ട് അത് മനസ്സിലാക്കി നമുക്ക് ഇന്നതാണ് അസുഖം പറയാറില്ലേ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ മരുന്ന് എഴുതി തരും. ആ മരുന്ന് ചീട്ടുമായിട്ട് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? എവിടേക്ക് പോകും? ഫാർമസിയിലോട്ട് പോയി മരുന്ന് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ നടക്കുന്നത് ആ പ്രോസസ്. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ്? മെഡിക്കൽ കെയർ പ്രൊവൈഡ് ഓൺ ദ ഔട്ട് പേഷ്യന്റ് ബേസിസ് ഇൻക്ലൂഡ്സ്. അപ്പൊ കുറച്ച് സർവീസുകളാണ് അവിടെ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാല്. ഇതൊക്കെ വരുന്നത് ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് നോട്ട് ചെയ്ത് വെക്കാം. ഔട്ട് പേഷ്യന്റ് സർവീസ് ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, ഡയഗ്നോസിസ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? രോഗനിർണയം അല്ലെ, രോഗനിർണയം. The identification of the nature of an illness or other problems by examination of symptoms അല്ലെ. നമ്മൾ പറഞ്ഞു സിംറ്റംസ് എന്താണ്? രോഗലക്ഷണങ്ങൾ കേട്ടോ. ആ ലക്ഷണങ്ങൾ നമ്മൾ ഡോക്ടറോട് പറഞ്ഞ് അതൊന്ന് എക്സാമിൻ ചെയ്തതിനു ശേഷം നമ്മുടെ രോഗം നിർണയിക്കുന്നു അല്ലെ, ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാണ് രോഗനിർണയം, ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? The identification of the nature of an illness or other problem by examination of symptoms. സിംറ്റംസ് മനസ്സിലാക്കി അല്ലെങ്കിൽ സിംറ്റംസ് ലക്ഷണങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഡയഗ്നോസിസ് അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഡയഗ്നോസിസ് എന്താണെന്ന് ചോദിക്കാം, എഴുതി വെക്കൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് സ്ക്രീൻ നോക്കി എഴുതിയെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഒബ്സർവേഷൻ. ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ അല്ലെ. ഒബ്സർവേഷൻ എന്താണ്? നിരീക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു നിരീക്ഷണം, നമുക്കൊരു എന്താണ് വയറിളക്കം അല്ലെങ്കിൽ ഛർദി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവരവിടെ കുറച്ചു നേരം ട്രിപ്പിട്ട് നമ്മളെ കിടത്തില്ലേ? കിടത്താറുണ്ടോ? എന്തിനാ വേണ്ടിയിട്ടാണ്? ഒബ്സർവേഷന് വേണ്ടിയിട്ട് അല്ലെ, കുറച്ചു നേരം നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, അതാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം. ദ ആക്ഷൻ ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ. ഓക്കെ, ക്ലിയർ ആയില്ലേ?
ഓക്കെ ആണോ? ഒബ്സർവേഷൻ. ഓക്കെ. ഇനി എന്താണ് കൺസൾട്ടേഷൻ? കൺസൾട്ടേഷൻ എന്താണ്? എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സ്പീക്ക് അഡ്വൈസ്. അല്ല ആണോ? അല്ലെ? എന്താണ്? മീറ്റിംഗ് ആണ് അല്ലെ? ഇപ്പൊ രോഗിയും അതുപോലെ തന്നെ ഡോക്ടറും അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് അസുഖം, ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് അല്ലെ നമ്മള്. അപ്പൊ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് പറയാം അല്ലെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എക്സ്പേർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി നമുക്ക് അഡ്വൈസ് പറഞ്ഞു തരും അല്ലെ? ഉപദേശിക്കാറുണ്ട്. ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇന്ന മരുന്ന് കഴിക്കണം, പറഞ്ഞു തരാറില്ലേ നമ്മളോട്? അഡ്വൈസ് തരാറുണ്ടല്ലേ? ഓക്കെ. കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. ഓക്കെ. ക്ലിയർ ആയോ? ഇത്രയും പേര് മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ടൈം ആയത് കൊണ്ടാണ്. ഇനി കുറച്ചുകൂടി പറയാനുണ്ട്, 3 പോയിന്റ്സ് കൂടി പറയാനുണ്ട്. ഇത്ര വരെയും ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്തെ 3 കാര്യങ്ങൾ: ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ. ഇത്ര വരെയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. എഴുതിയെടുത്ത് കഴിഞ്ഞോ കൺസൾട്ടേഷൻ വരെ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. താങ്ക് യു.